हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव. ശ്രീമദ്ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മസന്യാസയോഗം 11-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശാ. മലയാളം. എന്നെ പ്രാപിപ്പതിനൊത്തു തന്നെ നൽകുന്നനുഗ്രഹം എൻ വഴിക്കിന്നണഞ്ഞിടാൻ ഒന്നിടുന്നു മനുഷ്യരും. യേ തഥാ മാം പ്രപദ്യന്തേ, ജനങ്ങൾ അവർ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ, എന്നെ സമീപിക്കുന്നുവോ അല്ലെങ്കിൽ ഭജിക്കുന്നുവോ, താൻ തഥാ ഏവ അഹം ഭജാമി, അവരെ അപ്രകാരം തന്നെ ഞാൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു. അവരെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അവരുടെ വിചാരങ്ങൾക്കനുസരിച്ച് ഞാനത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുന്നു. പാർത്ഥ മനുഷ്യാഃ സർവശഃ മമ വർമ്മ അനുവർത്തന്തെ. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നു. ചെറിയൊരു സംശയം നമ്മുടെ മനസ്സിൽ ഉടലെടുത്താലോ എന്ന് വിചാരിച്ച് അതിനുള്ള ഒരു ഉത്തരം തരികയാണ്. ഭഗവാൻ എല്ലാവരെയും മുക്തരാക്കുന്നില്ലല്ലോ. ജ്ഞാനികളാക്കുന്നു, പിന്നീട് മുക്തരാക്കുന്നുമില്ല. ചിലർക്ക് ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു കൊടുക്കുന്നു, ചിലർക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നുമില്ല. അതായത് ചിലരോട് മമതയുണ്ട്, ചിലരോടൊരു വിദ്വേഷം പോലെയാണ്. അങ്ങനെ ഒരു വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതെപ്പോൾ പോവും, ഈ പദ്യം കഴിച്ചു കഴിഞ്ഞാൽ മാറും. ഭഗവാൻ പറയുന്നത് അവരെന്നെ എന്താഗ്രഹിച്ചിട്ടാണോ സമീപിക്കുന്നത്, ഭജിക്കുന്നത്, അത് ഞാൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഞാൻ നൽകുന്നു. അതിനാണ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനോട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഫലങ്ങൾ. ഭഗവാന് രാഗദ്വേഷങ്ങളൊന്നുമില്ല. എന്നോട് എന്താണോ ചോദിക്കുന്നത് അതല്ലേ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് അവർക്കനുസരിച്ചിരിക്കും. നമ്മളെന്താണ് ചോദിക്കുന്നത്? ഇത് തന്നാൽ ഭഗവാനെ ഞാൻ ഇത് വഴിപാട് ചെയ്യാം, എനിക്കത് സാധിക്കണേ, ഞാൻ നാളെ തേങ്ങ ഉടയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ നാളെ ഗണപതി ഹോമം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പൂജ കഴിക്കാം, എൻ്റെ ഈ കാര്യം സാധിച്ചു തരണേ. അപ്പം പിന്നെ അതല്ലേ സാധിച്ചു തരുള്ളൂ. ചില ആൾക്കാർ പെട്ടെന്ന് പ്രശസ്തരാവില്ലേ, പക്ഷേ ചില ആൾക്കാരാണെങ്കിൽ എത്ര ആയാലും ശരി അവരൊരു ലെവൽ താഴെ നിൽക്കുള്ളൂ. പ്രശസ്തി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്താലും ചിലപ്പോൾ അവർ ഒരിക്കലും പ്രശസ്തരാവുകയില്ല. ജനങ്ങൾ അവരെ തള്ളി തന്നെ പറയുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളും അല്ലേ, ചിലപ്പോൾ എത്ര പഠിച്ചാലും എനിക്ക് എന്തായാലും ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ വിചാരിച്ച് പഠിക്കും, പക്ഷെ അവിടെ എത്തില്ല. മറ്റു ചിലരാണെങ്കിലോ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് പറഞ്ഞു, ആദ്യമൊന്നും ഞാൻ ഒട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ മിസ്സേ, ഇപ്പോൾ 9-ലെത്തിയപ്പോൾ എൻ്റെ ബുദ്ധിക്ക് എന്തോ പറ്റി, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് സത്യം പറയാച്ചാൽ ചിരിയാട്ടോ വന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടിക്ക് ഒരാഗ്രഹവും വന്നു, മിസ്സേ ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, മാത്സിൽ മാത്രമാണ് എനിക്ക് മോശം, മിസ്സിൻ്റെ അടുത്ത് വന്നെത്തിയ പിന്നെ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം, അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ സാധിക്കും. അല്ല, ചെറിയ കുട്ടികളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയല്ലേ, നല്ല മാർക്ക് കിട്ടണം. ഒന്നാമത് അമ്മയുടെന്ന് അച്ഛൻ്റെ വഴക്ക് കേൾക്കും, അതൊന്ന് മോചനം കിട്ടണം. രണ്ടാമത് ക്ലാസ്സിൽ ഫസ്റ്റ് ആകുമ്പോൾ ഒരു അഭിമാനം. ഇത്രയും കാലം പഠിക്കാതിരുന്നൊരു കുട്ടി പെട്ടെന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൻ്റെ ഫലം കിട്ടാൻ കുറച്ച് താമസമുണ്ടാവും. ചിലർക്ക് അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ചില കുട്ടികൾ കണ്ടുണ്ടോ, ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ എപ്പോഴും വാട്സാപ്പിലൊക്കെ എപ്പോഴും കാണാം, ഒരു വയസ്സിൽ തന്നെ എല്ലാതരം സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ലോക റെക്കോർഡിലേക്ക് എത്തി, എല്ലാ ലോക രാഷ്ട്രങ്ങളുടെ മുഴുവൻ തന്നെ ക്യാപിറ്റൽസ് പറയുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. എല്ലാം എന്ത് ചോദിച്ചാലും ജനറൽ നോളജ് പക്ക. അങ്ങനെ ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടി പോലും, അതായത് വർത്തമാനം ജസ്റ്റ് പറയുന്ന കുട്ടി പോലും ഏത് പിക്ചർ കാണിച്ചു കൊടുത്താലും ചൂണ്ടിക്കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ലോക റെക്കോർഡുകളും ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇത് നമുക്കൊരത്ഭുതമല്ലേ, ഇതെങ്ങനെ സാധിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മുജ്ജന്മത്തിൽ ചില ആഗ്രഹങ്ങൾ
എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ആ ആഗ്രഹം കഴിഞ്ഞ ജന്മത്തിലേ ഉള്ളതായിരിക്കും. ആ ആഗ്രഹം ഈ ജന്മത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. കാരണം ഈ ആഗ്രഹങ്ങൾ നമ്മൾ ചെടിക്ക് വിത്തിടുന്ന മാതിരിയാണ്. അത് വിത്ത് മുളച്ച് ചെടിയായി കുറച്ച് വലുതായി പാകം വന്ന് അതിൽ കായ് വരുന്നു. ആ കായ് പഴുക്കുന്നു, എന്നിട്ടേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ചിലത് പെട്ടെന്നാവും. ഏത് പച്ചക്കറികളൊക്കെ, ചീര, തക്കാളി, വെണ്ടയൊക്കെ പെട്ടെന്നാവും. പക്ഷേ തെങ്ങും പ്ലാവൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നാളെ പൊട്ടിക്കുക അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതേപോലെ തന്നെ ആഗ്രഹങ്ങളും ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ സാധിക്കും. ആയുസ്സും കൂടെ അത്രയുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സാധിക്കും. പക്ഷെ ചിലപ്പോൾ അത് അടുത്ത ജന്മത്തിൽ എന്തായാലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചിരിക്കും. ഓരോ ഭക്തന്മാരും എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ വേറൊരു സംശയം വരും അല്ലേ, ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ മുക്തനായാലേ ജ്ഞാനിയാവൂന്നും പറയുന്നുണ്ടല്ലോ ഭഗവാൻ. അത് നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി കൺഫ്യൂഷൻ ആക്കുകയാണല്ലോ. അപ്പോൾ ആഗ്രഹം ഇപ്പം നടത്തി തരുന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹം നടത്തി തരുന്നു എന്ന് പറയുന്നു, അതേ സമയത്ത് ആഗ്രഹങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചാലേ ജ്ഞാനിയാവുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താഗ്രഹിച്ചാലും സാധിക്കണം എന്നില്ല. എത്ര ആഗ്രഹിച്ചിട്ടും കിട്ടുന്നേ ഇല്ല. കാരണം അയാൾക്ക് സമയമായിട്ടില്ല, അതിനുള്ള ജ്ഞാനിയാവാനുള്ള സമയമായിട്ടില്ല. ഇനി അയാൾ ഇപ്പോൾ സപ്പോസ് ഒരു പ്രശസ്തി കിട്ടണമെന്നാണ് വിചാരിച്ചത്. പ്രശസ്തി നേടിക്കഴിഞ്ഞാലും അയാൾക്ക് എന്താണ്, ഉള്ളിൽ അസംതൃപ്തി വരും. അങ്ങനെ പ്രശസ്തി നേടി ആഗ്രഹിച്ചത് കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. കിട്ടിയ ഒരു ഉദാഹരണം പറയാം. പ്രശസ്തി കിട്ടി, വലിയ പ്രശസ്തനായി, ലോകം മുഴുവൻ അറിയുന്ന ആളായി മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അയാൾ അതിന്ന് വീണ്ടും പ്രശസ്തിയിലേക്ക് വീണ്ടും ഉയർന്ന് അവസാനം ചിന്തിക്കാൻ തുടങ്ങും. അല്ല, ഈ പ്രശസ്തി കൊണ്ട് ഇപ്പോൾ ഞാനെന്താ നേടിയത്? അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒന്നും നേടിയില്ല എന്ന് മനസ്സിലാവും. അവിടെ അതിനാണ് ആഗ്രഹം കൊടുത്തത്. എന്തിനാ കൊടുക്കുന്നതെന്നല്ലേ നമ്മുടെ സംശയം. ആ ആഗ്രഹം കൊടുത്തു, അയാൾ അതിൻ്റെ അത്യുന്നതയിലെത്തി. അത് കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കും, അതുകൊണ്ടിപ്പോൾ ഞാനെന്താ നേടിയത്? ഒന്നും നേടിയില്ല. അപ്പോൾ അയാൾക്ക് അതിലൊരു, എന്തിനാണിപ്പോൾ ഇത്രയും കാലം പ്രശസ്തനായിട്ട് ഞാൻ നടന്നു, എന്താ അതുകൊണ്ട് നേടിയത്? ഒന്നും നേടിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ അയാൾക്ക് അതിലൊരു വിരക്തി വരും. അങ്ങനെ ആ വിരക്തി വന്നു കഴിഞ്ഞാൽ മെല്ലെ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആ ആത്മചിന്തകൾ മനസ്സിൽ വന്നാൽ ഭഗവാനോട് നമ്മൾ അടുക്കാൻ തുടങ്ങും. പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കണം. എന്തെങ്കിലും ഒരു കറ മനസ്സിലുണ്ടെങ്കിൽ അത് മുഴുവൻ കളഞ്ഞ് മാത്രമേ ഭഗവാൻ സ്വീകരിക്കൂ എന്ന്. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ച് തരുന്നത് ആഗ്രഹ നിവൃത്തി വരുത്താൻ തന്നെയാണ്. ആഗ്രഹിച്ച് അത് ചെയ്ത് നമുക്കതിനോടൊരു മടുപ്പ് വരണം. ആ മടുപ്പ് വന്നാൽ മെല്ലെ നമ്മൾ ജ്ഞാനിയാവാനുള്ള ശ്രമത്തിലേക്ക് ഉയരും. അപ്പോൾ ഭഗവാന്റെ ഫൈനൽ ഉദ്ദേശം എന്താണ്? ജ്ഞാനിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് മോക്ഷം പ്രാപിക്കുക എന്നുള്ളത് തന്നെ, നമ്മളെ മോക്ഷം പ്രാപിക്കുന്നവരാക്കുക എന്ന് തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് ആഗ്രഹങ്ങൾ തരും. ചിലർക്കത് പെട്ടെന്നാവും, ചിലർക്കത് നേരത്തെ ചെടിയുടെ കഥ പറഞ്ഞ മാതിരി കുറേ സമയമെടുക്കും. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും അതിൽ ഭഗവാൻ എന്താണോ ഈ ജന്മത്തിലെ ആഗ്രഹം അത് സാധിച്ചു തരും. പേടിക്കണ്ട, എന്തായാലും സാധിക്കും. കാരണം ആ അനുഭവങ്ങൾ അത് മുഴുവൻ അനുഭവിച്ചാൽ മാത്രമേ അവൻ ഈ ജ്ഞാനം എന്നുള്ളത് നേടുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് എത്തുള്ളൂ. ഇപ്പം നിരീശ്വരവാദിയായിട്ട് കഴിയുന്ന ഒരാളാണെങ്കിൽ ഈശ്വരവിശ്വാസം ഒട്ടുമില്ല, അയാൾക്ക് ഈശ്വരവിശ്വാസം കൊടുക്കില്ല. കാരണം അയാൾ ആഗ്രഹിച്ചത് എന്താണ്? അയാൾ ഈശ്വരൻ ഇല്ല എന്ന് ചിന്തിക്കാനാണ് ആഗ്രഹം അയാളുടെ. അപ്പോൾ പിന്നെ അതല്ലേ, ആ അനുഗ്രഹമല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാം നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ നിശ്ചയമില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പക്ഷഭേദവും ആരോടുമില്ല. എല്ലാവർക്കും ഞാൻ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ അവർ അത്രയും അതിലേക്ക് ലയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വേറൊരു ചോദ്യം വരും, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമെങ്കിൽ സാധാരണ ജനങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മോക്ഷം നേടാൻ ശ്രമിക്കാത്തത് എന്ന്? അതിനുള്ള ഉത്തരമാണ് അടുത്ത പദ്യം, 12ാമത്തെ പദ്യം.
കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. മലയാളം: കർമ്മത്തിൻ ഫലമിച്ചിപ്പോർ ക്ഷിപ്രം കർമ്മഫലത്തിനായി ഇമ്മണി അർച്ചനം ചെയ്യൂ കർമ്മത്താൽ ദൈവതങ്ങളെ. ഇമ്മട്ടിൽ അർച്ചനം ചെയ്യൂ എന്നായിരിക്കാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ. ഇഹ കർമ്മണാം സിദ്ധിം കാംക്ഷന്തഃ, നമ്മളുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലസിദ്ധി ആഗ്രഹിക്കുന്നവരെ ദേവതാഹ യജന്തേ, ദേവന്മാരെ ഭജിക്കുന്നു, പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഹി മാനുഷേ ലോകേ, എന്താ കാരണം വെച്ചാൽ ഈ മനുഷ്യലോകത്തിൽ കർമ്മജാഹ സിദ്ധി, കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി ക്ഷിപ്രം ഭവതി, പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, കർമ്മത്തിൻ്റെ ഫലസിദ്ധി ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തെ ഉപാസിക്കാൻ ശ്രമിക്കുന്നു. ആ ദൈവത്തെ ഉപാസിച്ചിട്ട് ആ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടന്നു എന്ന് വരാം. പക്ഷെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ആ ആഗ്രഹം നടക്കണം എന്ന് ഭഗവാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ആഗ്രഹം നടക്കണം എന്ന് നമ്മുടെ മനസ്സിൽ വരും. ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയില്ല, ഭഗവാൻ ചിന്തിച്ച് വെച്ചത് നമുക്കറിയില്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞു, ഭഗവാന്റെ നിശ്ചയമില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കാര്യം നേടണം, ഞാനത് അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടദൈവത്തിനെ വളരെയധികം പ്രാർത്ഥിക്കുകയാണ്. എനിക്കത് ചിലപ്പോൾ അപ്പം തന്നെ ഫലം കിട്ടിയെന്ന് വരും. കാരണം ക്ഷിപ്രം ഫലം തരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്, അത് ഭഗവാൻ ആദ്യം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളറിയുന്നില്ല. ആഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ വളരുന്നു. അത് ആഗ്രഹമാണ് എന്നുള്ളതുകൊണ്ട് അത് സാധിക്കാനായിട്ട് ഞാൻ അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അയാൾക്ക് നമുക്ക് ഫലം കിട്ടും. അപ്പോൾ അയാൾ എന്ത് വിശ്വസിക്കുന്നു? ഞാൻ ഇന്നലെ തേങ്ങ ഉടച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ അത്രയും, ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, ഭഗവാനെ അത്രയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമുക്ക് ആ കാര്യം സാധിച്ചതെന്ന്. പക്ഷേ ആ കാര്യം സാധിപ്പിച്ച് കൊടുക്കണം എന്നുള്ളത് ഭഗവാന്റെ ആദ്യം തന്നെയുള്ള നിശ്ചയമാണ്. അപ്പം നമുക്കെന്താ, ഇങ്ങനൊരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ ദൈവത്തോട്, അതായത് നമ്മുടെ ഇഷ്ടദൈവത്തോട് കുറച്ചും കൂടെ വിശ്വാസം കൂടും, അല്ലേ? മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളല്ല. എന്നെയൊക്കെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, അത് വില്വാദ്രിനാഥൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എടുക്കുന്നത്, അല്ലേ കൃഷ്ണൻ. ഇത് രണ്ട് മാത്രമാണ് ആദ്യം ഞാൻ ചിന്തിക്കുന്ന. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും നാട്ടിലെ വില്വാദ്രിനാഥൻ അല്ലെങ്കിൽ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണസ്വാമി. അപ്പം ഇവർ ഇത് വിഗ്രഹമാണെന്നോ എല്ലാം അറിയാമെങ്കിലും നമുക്ക് മനസ്സിൽ എന്ത് വിഷമം വന്നാലും അതിനെ അപ്പോൾ ഒരു സൊല്യൂഷൻ എങ്ങനെയെങ്കിലും കിട്ടും. അതിനെയല്ലേ ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. മുന്നിൽ വന്ന് നമുക്ക് അതാ നിനക്കിത് തരാം എന്ന് പറയുകയല്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പം നമുക്കെന്താ, ഈ വിശ്വാസം കൂടും, ആ ദൈവത്തോട് വിശ്വാസം കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വന്നാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈശ്വരനോട് അടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയല്ലേ സാക്ഷാൽ ഭഗവാന്റെ ഉദ്ദേശവും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പണ്ട് എല്ലാ അധ്യായങ്ങളിലും നമ്മൾ പറയണ മാതിരി നമുക്ക് വരുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കും, അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെയുള്ള തത്വങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ഉയരും. പക്ഷേ ഇതെല്ലാം ആദ്യമേ, ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവണമെന്നും അത് നടത്തിത്തരണമെന്നും ഭഗവാൻ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വിചാരം എൻ്റെ ആഗ്രഹം ഈ ദൈവത്തോട് പറയുമ്പോൾ അത് സാധിപ്പിച്ച് കിട്ടി എന്നുള്ളതാണ്. എല്ലാം ഭഗവാന്റെ നിശ്ചയം തന്നെയാണ്, അല്ലാതെ ആർക്കും ഒന്നും കിട്ടില്ല. അപ്പം നമ്മളെ ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഇങ്ങനെ മോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ. അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദേവതമാരെയൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫലസിദ്ധി കിട്ടുമ്പോൾ എന്താ, മാനുഷേ ലോകേ കർമ്മജാഹ സിദ്ധി ക്ഷിപ്രം ഭവതി, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു കാലേ നിലനിൽക്കുള്ളൂ എങ്കിലും എന്താ കാര്യം, കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് നേടുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് അതിലുള്ള വിശ്വാസം വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കും.
അങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം കിട്ടുന്നു. അപ്പോൾ എന്താണ് ഭഗവാൻ എല്ലാവരും ഈ ഭഗവാനെ ഉപാസിച്ച് മോക്ഷം നേടാൻ ശ്രമിക്കാത്തത് എന്തെന്നുള്ളതിൻ്റെ ഉത്തരമാണ്, പെട്ടെന്ന് നമുക്ക് അങ്ങനെ മോക്ഷം കിട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദൈവത്തെ ചിന്തിക്കുന്നു. അതിലേക്ക് നമ്മൾ ശ്രദ്ധ മുഴുവൻ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഫലങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നു, അത് വീണ്ടും നമുക്ക് നേടിത്തരുന്നു. അങ്ങനെ നമ്മൾ ഈ ഭഗവാനിലൂടെ തന്നെ ആത്മീയതയിലേക്ക് ഉയരുന്നു. ഇനി 13ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.